Okay, good morning students. Today we are discussing matrix multiplication continuation. ഇതുവരെ നമ്മൾ മെട്രിക്സിലെ ചില പ്രോബ്ലംസിലേക്ക് കടന്നിരുന്നു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്ന പ്രോബ്ലം. അതിൻ്റെ തന്നെ ചില പ്രോബ്ലംസ് കൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുണ്ട്. ദെൻ അതിലേക്ക് കടക്കാം നമുക്ക്. Then first question is if A is equal to A is equal to matrix first row 1 2 2 2 1 2 2 2 1. Show that A square minus 4A minus 5I is equal to 0. Then matrix multiplication different ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. Then question is if A is equal to matrix 1 2 2 2 1 2 2 2 1. Show that A square minus 4A minus 5I is equal to 0. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ 4A എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കാലാർ മെത്തേഡ് 4A 5I എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓർ യൂണിറ്റ് മെട്രിക്സ്. ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഇക്വേഷനിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് 0 വരണം. അങ്ങനെ വരുന്നുണ്ടോ എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഷോ ദാറ്റ് എ സ്ക്വയർ മൈനസ് 4A മൈനസ് 5I ഈസ് ഈക്വൽ ടു 0. ദെൻ ഫസ്റ്റ് വൺ ഈസ് എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ ആദ്യം ഈ പറയുന്ന ക്വസ്റ്റ്യൻ തന്നെ 1 2 2 2 1 2 2 2 1 into A same 1 2 2 2 1 2 2 2 1. ഇനി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം സെക്കൻഡ് എലിമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം തേർഡ് എലിമെൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ നോക്കാം. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ മെട്രിക്സിൻ്റെ ഓർഡർ, അതായത് കോളംസ് ഓഫ് എ ഈസ് ഈക്വൽ ടു റോസ് ഓഫ് ബി. ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും ഈക്വൽ ആണെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് കണ്ടീഷൻ. ദെൻ ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും ഈക്വൽ ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന മെട്രിക്സിൽ ഓർഡർ 3 സോ നമുക്ക് ഓർഡർ 3 ആയിക്കഴിഞ്ഞാൽ സെയിം ആയതുകൊണ്ട് 3/3 എന്നാണ് വരിക. ദെൻ സെയിം ആയതുകൊണ്ട് മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 × 1 പ്ലസ് 2 × 2 പ്ലസ് 2 × 2 ഇങ്ങനെ ചെയ്തേ 1 × 1 പ്ലസ് 2 × 2 പ്ലസ് 2 × 2. ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 × 2 പ്ലസ് 2 × 1 പ്ലസ് 2 × 2. ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം 1 × 2 പ്ലസ് 2 × 2 പ്ലസ് 2 × 1. സെക്കൻഡ് റോ എടുക്കുമ്പോൾ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 2 × 1 പ്ലസ് 1 × 2 പ്ലസ് 2 × 2. അപ്പോൾ എങ്ങനെ ചെയ്ത് 2 × 1 പ്ലസ് 1 × 2 പ്ലസ് 2 × 2. ദെൻ ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഇനി സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം then 2 × 2 plus 1 × 1 plus 2 × 2. Then second row into third column 2 × 2 plus 1 × 2 plus 2 × 1. Then third row
2 into 1 plus 2 into 2 plus 1 into 2. 2 into 1 plus 2 into 2 plus 1 into 2. Next, third row into second column, 2 into 2 plus 2 into 1 plus 1 into 2. Then third row into second column, third row into third column, 2 into 2 plus 2 into 2 plus 1 into 1. ഇങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും അതിനെ സമ്മറൈസ് ചെയ്യാം. 1 into 1 1 plus 2 into 2 4. 2 into 2 4 plus 2 into 2 4. 1 into 2 2 plus 2 into 1 2 plus 2 into 2 4. 1 into 2 2. 2 into 2 4. 2 into 2 2 into 1 2. Third second row, 2 plus 2 plus 4. 4 plus 1 plus 4. 4 plus 2 plus 2. Third row, 2 plus 4 plus 2. 4 plus 2 plus 2. 4 plus 4 plus 1. Then 4 plus 4 8 plus 1 9. 8 8 8 9 8 8 8 9. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ, ഫസ്റ്റ് തന്നിരിക്കുന്ന മെട്രിക്സിൽ ഇവിടെ നോക്കാം. ദെൻ ഇഫ് എ എന്ന് പറയുന്നതിൽ ഷോ ദാറ്റ് എ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഏതാ? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 8 8 8 9 8 8 8 9. ഇതാണ് നമുക്ക് എ സ്ക്വയർ എന്ന് പറയുന്നതിന് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ആൻസർ ഇവിടെ എഴുതി വയ്ക്കാം. ഞാനിതിവിടെ മായ്ക്കുന്നുണ്ട്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു A square is equal to 9 8 8 8 9 8 8 8 9 A square. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 4 into A. 4 into A എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്ന മെട്രിക്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. A എന്ന് പറയുന്ന മെട്രിക്സിൽ 4A is equal to 4A is equal to 4 into A. 1 into 4 4. 4 into 2 8. 4 into 2 8. 4 into 2 8. 4 into 1 4. 4 into 2 8. Then next 4 into 2 8. 4 into 2 8. 1 into 4 4. 4A എന്ന് പറയുന്നതിന് ആൻസറായി. 4A എന്ന് പറയുന്നത് 4 8 8 8 4 8 8 8 4. A സ്ക്വയർ കിട്ടി, 4A കിട്ടി. നെക്സ്റ്റ് 5I. 5I എന്ന് പറയുമ്പോൾ നോക്കിയാണ്, I is the identity matrix. I is the identity matrix or unit matrixനെ പറയുന്നതാണ് I. Then I എന്ന് പറയുമ്പോൾ then അതിൻ്റെ ഡയഗണൽ പൊസിഷനിൽ 1 എന്ന് പറയുന്ന എലമെൻറ്റും ബാക്കിയെല്ലാം 0 ആയിരിക്കുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുക. ഐഡൻറ്റിറ്റി മെട്രിക്സിൽ 1 0 0 0 1 0 0 0 1. നമുക്കറിയേണ്ടത് 5I ആണ്. ദെൻ 5I ഈസ് ഈക്വൽ ടു 1 into 5 5 0 0 5 5 0 0 0. നമുക്ക് 3 ആൻസർ കിട്ടി. എ സ്ക്വയർ 4A 5I. ഇതിനിവിടെ എ സ്ക്വയർ 4A മൈനസ് 5I 5 5 5 0
0 0 0 0 0. കണ്ടോ? അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എ സ്ക്വയർ മൈനസ് 4a മൈനസ് 5i. ആൻസർ ഈസ് 0 എന്ന് പറയുമ്പോൾ ദെൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ സ്ക്വയർ മൈനസ് 4a മൈനസ് 5i. ഇത് കണ്ടുപിടിക്കുമ്പോൾ ഓരോ എലമെൻറ്റും ഫസ്റ്റ് എലമെൻറ്റ് 9 മൈനസ് 4 മൈനസ് 5, 8 മൈനസ് 8 മൈനസ് 0. കണ്ടോ? 8 മൈനസ് 8 മൈനസ് 0. സെക്കൻഡ് റോയിൽ 8 മൈനസ് 8 8 മൈനസ് 8 മൈനസ് 0, 9 മൈനസ് 4 മൈനസ് 5, 8 minus 8 minus 0. Third row 8 minus 8 minus 8 minus 0. 8 minus 8 minus 0. 9 minus 4 minus 5. 9 minus 4 minus 5. 9 minus 9. Answer is 0. 8 minus 0. 8 minus 8 minus 0. 8 minus 8 0. Then 9 minus 4 minus 5 0. 0 0 0 0. Answer is 0. That is called as null matrix. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഷോ ദാറ്റ് എ സ്ക്വയർ മൈനസ് 4a മൈനസ് 5i ഈസ് ഈക്വൽ ടു 0. അത് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കണം എന്നേ പറയുന്നുള്ളൂ. ദെൻ ഇവിടെ നമ്മൾ ചില ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചു. പിന്നെ അതേപോലെ ഓർക്കേണ്ടത് 4 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കാലാർ മെത്തേഡ്. ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കാലാർ മെത്തേഡ് എന്ന് പറയണേ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്ത് 4 ഇൻറ്റു എ. തേർഡ് 5 ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ്. അത് 5 കൊണ്ട് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് യൂസ് ചെയ്തു, സ്കാലാർ മെത്തേഡ് യൂസ് ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സസ് എന്ന് പറയുന്നത് ഉപയോഗിച്ചു. അതിനുശേഷം മെട്രിക്സ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ടെക്നിക്സ് കൂടെ ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ഈസ് 0 എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് എ സ്ക്വയർ. ഈ പറയുന്ന ടെക്നിക്സിൽ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വണ്ണിലേക്ക് കടക്കാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഏതെന്ന് പ്രതീക്ഷിക്കാം. മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ അനദർ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കാം. 2 shops have the stock of large, medium and small sizes of a toothpaste. സെൻറ്റൻസ് ഒന്നുകൂടെ പറയാം. 2 shops have the stock of large, medium and small sizes of a toothpaste. Full stop. The number of each size stocked is given by the matrix A, where A is equal to A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. A is equal to മെട്രിക്സ് 3 തരത്തിൽ ലാർജ്, മീഡിയം, സ്മോൾ. Then matrix 150, 240, 120, 90, 300, 210. Shop 1, shop 2. Shop 1, shop 2. ഇത്ര എഴുതാം. ദെൻ ദ കോസ്റ്റ് മെട്രിക്സ് ബി, താഴെ എഴുതേണ്ടത് ദ കോസ്റ്റ് മെട്രിക്സ് ബി ഓഫ് ദ ഡിഫറെൻറ്റ് സൈസസ് ഓഫ് എ ടൂത്ത് പേസ്റ്റ് ഈസ് ഗിവൺ ബൈ
cost matrix given by cost. B is equal to matrix 14, 10, 6. Large, medium, small. Third question, find the investment in toothpaste by each shop. Question clear ആയിട്ടുണ്ടാവും. അതായത് ഒരു ഷോപ്പിലെ ലാർജ് സൈസ്, മീഡിയം സൈസ്, സ്മോൾ സൈസ് ടൂത്ത് പേസ്റ്റുകളുടെയാണ് ഫസ്റ്റ് റോയിൽ കാണിച്ചിരിക്കുന്നത്. ഷോപ്പ് 1 ലാർജ് സൈസ് സോപ്പ് ടൂത്ത് പേസ്റ്റ് 150, മീഡിയം സൈസ് ടൂത്ത് പേസ്റ്റ് 240, സ്മോൾ സൈസ് ടൂത്ത് പേസ്റ്റ് 120. ദെൻ അതേപോലെ തന്നെ ഷോപ്പ് 2 ഇതേപോലെ തന്നെ 90, 300, അതുപോലെ തന്നെ 210. കോസ്റ്റ് മെട്രിക്സ് തന്നിട്ടുണ്ട്. ലാർജ് സൈസ് ടൂത്ത് പേസ്റ്റിന് 14 rupees, മീഡിയം സൈസ് ടൂത്ത് പേസ്റ്റിന് 10 rupees, സ്മോൾ സൈസ് ടൂത്ത് പേസ്റ്റിന് 6 rupees. ഫൈൻഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടൂത്ത് പേസ്റ്റ് ബൈ ഈച്ച് ഷോപ്പ്. അതായത് ഓരോ ഷോപ്പും ടൂത്ത് പേസ്റ്റിന് വേണ്ടിയിട്ട് എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്തിരിക്കണേ എന്നാണ് നമ്മളോട് ചോദിക്കണേ. അപ്പോൾ തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, എത്രയാണ് ചെയ്തിരിക്കണതെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് മെട്രിക്സുകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ്, ഇത് ബി എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. എ ഇൻറ്റു ബി ചെയ്ത് നോക്കിയാൽ മതി. എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ലേ നമ്മൾ ആദ്യം നോക്കും. അത് നോക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുക, കോളംസ് ഓഫ് എ ഈസ് ഈക്വൽ ടു റോസ് ഓഫ് ബി. ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും ഈക്വൽ ആണെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ അവിടെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം 1, 2, 3, സെക്കൻഡ് മെട്രിക്സിൻ്റെ റോ 1, 2, 3. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 150 ഇൻറ്റു 14 പ്ലസ് 240 ഇൻറ്റു 10 പ്ലസ് 120 ഇൻറ്റു 6. 150 into 14, 240 into 10, 120 into 6. Then next 90 into 14 plus 300 into 10 plus 210 into 6. Then 150 into 14 എന്ന് പറയുമ്പോൾ 2100 പ്ലസ് 2400. Then 120 into 6, 120 into 6, that is 720 plus 720. Then next 90 plus 14, 19 plus 14 എന്ന് പറയുമ്പോൾ 1260 plus 3000 plus 210 into 6, 210 into 6, 1260. നിങ്ങളിത് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ആൻസർ കറക്റ്റ് ആയി നോക്കുക. ഫസ്റ്റ് റോ ആഡ് ചെയ്യുക, 2100 പ്ലസ് 2400 പ്ലസ് 720, ആൻസർ ഈസ് 5220. അതുപോലെ ഇവിടെ നോക്കാം, ഇവിടെയാണെങ്കിൽ 5500, ഫസ്റ്റ് വൺ 5220, ദെൻ 5520. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രോസസ്സിങ് മാത്രമേ നമുക്കറിയണ്ടൂ, കാൽക്കുലേഷൻ അല്ല. പ്രോസസ്സിങ്ങിൽ ഫസ്റ്റ് മെട്രിക്സ് ഷോപ്പ് 1ഉം ഷോപ്പ് 2ലും അറേഞ്ച് ചെയ്തിരിക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ വിവരങ്ങളാണ് തന്നിരിക്കുന്നത്. സെക്കൻഡ് മെട്രിക്സിൽ കോസ്റ്റാണ് തന്നിരിക്കുന്നത്. ലാർജ് സൈസ് ടൂത്ത് പേസ്റ്റ്, മീഡിയം സൈസ് ടൂത്ത് പേസ്റ്റ് ആൻഡ് സ്മോൾ സൈസ് ടൂത്ത് പേസ്റ്റ്. ഇതിനെ ഇങ്ങനെ തന്നിരിക്കുന്നതിന് മെട്രിക്സ് എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഷോപ്പിലെയും ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ അതാണ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടൂത്ത് പേസ്റ്റ് ബൈ ഈച്ച് ഷോപ്പ്. ഷോപ്പ് 1ൽ എത്രയാണ്, ഷോപ്പ് 2ൽ എത്രയാണ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഷോപ്പ് 1ഉം ഷോപ്പ് 2ഉം നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെട്രിക്സ് എയും മെട്രിക്സ് ബിയും മൾട്ടിപ്ലൈ ചെയ്യണം. ആൻസർ ഈസ്
ഷോപ്പ് 1 ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ ഷോപ്പ് 2 ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 5520. അപ്പോൾ ഡയറക്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാതെ തന്നെ പലപ്പോഴും ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഇതിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ എല്ലാ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടെ ചില ടെക്നിക്സുകൾ മാറ്റി ട്രാൻസ്പോസ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ if A is equal to matrix first row 2 3 4, second row 5 7 9, third row -2 1 1, -2 1 1, 2 3 4 5 7 9, -2 1 1, and B is equal to matrix 4 0 5 1 2 0 0 3 1. A B. Then verify that AB transpose is equal to B's transpose into A's transpose. Question clear ആയിട്ടുണ്ടാവും. AB transpose is equal to B's transpose and A's transpose. അതായത് എയും ബിയും എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. ഈ രണ്ട് മെട്രിക്സിൽ ആദ്യം ചെയ്യേണ്ടത് എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കണേ. എ ഇൻറ്റു ബി, എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എ ഇൻറ്റു ബി എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും. അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ റോ മാറ്റി കോളമാക്കി എഴുതുന്നതിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയണേ. അതേപോലെ തന്നെ ഈസ് ഈക്വൽ ടു ബീസ് ട്രാൻസ്പോസ് ഇൻറ്റു ആസ് ട്രാൻസ്പോസ്. ആദ്യം ബിയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ എയുടെ ട്രാൻസ്പോസും കണ്ടുപിടിച്ച് ബീസ് ട്രാൻസ്പോസും ആസ് ട്രാൻസ്പോസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ആൻസറുകളും ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാനാണ്, വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ഇൻറ്റു ബി ആൻഡ് എ ബീസ് ട്രാൻസ്പോസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ കാണിക്കണ്ടേ? എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 2 into 4 plus 3 into 1 plus 4 into 0. മനസ്സിലാക്കുക. 2 into 4 3 into 1 4 into 0. Then second element 2 into first row into second column 2 into 0 plus 3 into 2 plus 4 into 3. Then third one 2 into 5 4 into 3. 2 into 5 plus 3 into 0 plus 4 into 1. Next 5 into 4 plus 7 into 1 plus 9 into 0. 5 into second row into second column 5 into 0 plus 7 into 2 plus 9 into 3. Third row എടുക്കുമ്പോൾ second row into third column 5 into 5 plus 7 into 0 plus 9 into 1. Third row 2 into -2 into 4 plus 1 into 1
പ്ലസ് 1 ഇൻറ്റു 0. ഇവിടെ -2 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 3. ഇവിടെ -2 ഇൻറ്റു 5 -2 ഇൻറ്റു 5 പ്ലസ് 1 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 0 1 ഇൻറ്റു 1 1 ഇൻറ്റു തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? സെയിം ടൈം നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന അതേ മെത്തേഡ് തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ 8 പ്ലസ് 3 പ്ലസ് 0. നെക്സ്റ്റ് 0 പ്ലസ് 6 പ്ലസ് 12. നെക്സ്റ്റ് 10 പ്ലസ് 0 പ്ലസ് 4. സെക്കൻഡ് റോ എടുക്കാം. സെക്കൻഡ് റോയിൽ 5 ഇൻറ്റു 4 20 പ്ലസ് 7 പ്ലസ് 0 0 പ്ലസ് 14 പ്ലസ് 27 25 പ്ലസ് 0 പ്ലസ് 9. നെക്സ്റ്റ് -8 പ്ലസ് 1 പ്ലസ് 0 0 പ്ലസ് 2 പ്ലസ് 3 -10 പ്ലസ് 0 പ്ലസ് 1. നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് then 8 plus 3 is equal to 11 18 14 20 plus 7 27 1 41 34. Then a minus 8 plus 1 minus 7 minus 7 2 plus 3 5 minus 9. അപ്പോൾ നമ്മൾ എ ഇൻറ്റു ബി എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തിയിരിക്കുകയാണ്. എ ഇൻറ്റു ബി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ഇൻറ്റു ബി അല്ല, എ ബി ട്രാൻസ്പോസ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 11 18 14 27 41 34 -7 5 -9. ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ എ ഇൻറ്റു ബി കിട്ടി. എസ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എസ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് റോ മാറ്റി കൺവേർഷൻ ഓഫ് റോ ഇൻറ്റു കോളം. ദാറ്റ് ഈസ് ഫസ്റ്റ് റോ ഇസ് ദ ഫസ്റ്റ് കോളം 11 18 14. സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കുക 27 41 34. തേർഡ് റോ -7 5 -9. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന എ ബി ട്രാൻസ്പോസ്. എ ബി ട്രാൻസ്പോസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 11 27 -7 then 18 41 5 14 34 -9. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് വെരിഫൈ ദാറ്റ് എ ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എസ് ട്രാൻസ്പോസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് പാർട്ട് ഏതാ? എ ബി ട്രാൻസ്പോസ്. എ ഇൻറ്റു ബി എന്ന് പറയുന്നൊരു ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. നമുക്ക് ആൻസർ ഇവിടെ എവിടെയെങ്കിലും കുറിച്ച് വയ്ക്കാം. എ ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു 11 27 -7 18 41 5 14 34 -9. ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ആൻസർ. എ ബി ട്രാൻസ്പോസ് കിട്ടി. നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എസ് ട്രാൻസ്പോസ് ആണ്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എസ് ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ആദ്യം ബി ട്രാൻസ്പോസ് എഴുതിയിരിക്കണം. ബി ട്രാൻസ്പോസ് എഴുതുമ്പോൾ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നതാണ്. ദെൻ ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു
ബിയുടെ ട്രാൻസ്പോസ് ഏതാ? 405 നമ്മൾ എഴുതുമ്പോൾ 405. 120 031 ഇതാണ് ബീസ് ട്രാൻസ്പോസ്. നെക്സ്റ്റ് ബീസ് ട്രാൻസ്പോസ് ഇൻറ്റു എസ് ട്രാൻസ്പോസ്. ബീസ് ട്രാൻസ്പോസ് ഇൻറ്റു എസ് ട്രാൻസ്പോസ്. എസ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു S transpose is equal to ഇത് ബീസ് ട്രാൻസ്പോസ് ആണ്. നെക്സ്റ്റ് എസ് ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോന് 2 3 4 5 7 9 -2 1 1 ഇതാണ് എസ് ട്രാൻസ്പോസ്. നെക്സ്റ്റ് ബീസ് ട്രാൻസ്പോസ് ഇൻറ്റു എസ് ട്രാൻസ്പോസ്. ബീസ് ട്രാൻസ്പോസ് ഇൻറ്റു എസ് ട്രാൻസ്പോസ്. 2 5 -2 3 7 1 4 9 1. ഓക്കെ, കറക്റ്റ്. ദെൻ ഇനി ബീസ് ട്രാൻസ്പോസ് ഇൻറ്റു എസ് ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഈസ് ഈ സ്റ്റെപ്പ് കൂടെ ഞാൻ കാണിക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 4 × 2 + 1 × 3 + 0 × 4. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. സെക്കൻഡ് പ്രോസസ്സിലെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 4 × 5 + 1 × 7 + 0 × 9. ശ്രദ്ധിക്കുക, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം സെക്കൻഡ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 4 × 5 + 1 × 7 + 0 × 9. ദെൻ തേർഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം. ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം 4 × -2 + 1 × 1 + 0 × 1. Second row 0 × 2 0 × 2 + 2 × 3 + 3 × 4. 0 × 5 + 2 × 7 + 3 × 9. Next 0 × -2 + 2 × 1 + 3 × 1. Third row 5 × 2 + 0 × 3 + 1 × 4. Next 5 × 5 + 0 × 7 + 1 × 9. Next 5 × -2 + 0 × 1 + 1 × 1. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് ഫൈനൽ ആൻസർ ഈസ്, അപ്പോൾ ഇതെന്താ ചെയ്ത് ബീസ് ട്രാൻസ്പോസ് ഇൻറ്റു എസ് ട്രാൻസ്പോസ്. 4 × 2 8 + 3 + 0. Then next 4 × 5 20 + 7 + 0. Next 4 × -2 4 × 2 -8 + 1 + 0. 0 × 2 0 + 6 + 12. 0 × 5 0 + 14 + 27. 0 × -2 0 + 2 + 3. Third row 10 + 0 + 4. 25 + 0 + 9 -10 + 0 + 1. ഫൈനൽ ആൻസറിലേക്ക് പോവാണ്. ഫൈനൽ ആൻസർ 8 + 3 = 11. 20 + 7 27.
8 plus 1 minus 7. Minus 8 plus 1 minus 7. Second row 6 plus 12 18. 14 plus 27 that is 41. 2 plus 3 is equal to 5. Then third row 14. 25 plus 9 34. Then minus 9. Then question idana AB transpose is equal to B transpose into S transpose. Then AB transpose is equal to 11 27 minus 7 18 41 5 14 34 minus 9. Same time B transpose into S transpose. ആദ്യം B transpose എഴുതി, second one S transpose എഴുതി, then B transpose into S transpose എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 11 27 minus 7 18 41 5 14 34 minus 9. Therefore ആൻസർ കറക്റ്റ് ആണ്. Therefore verify the theorem. നമുക്ക് എഴുതാം verify the theorem. തിയറം വെരിഫൈ ചെയ്യാം. എ ബി ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എസ് ട്രാൻസ്പോസ്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഇവിടെ ഇനി നമുക്കിതിൽ പറയാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിസസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസിലെ ഇത്തരത്തിലെ കോസ്റ്റും അതുപോലെ തന്നെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാണുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. എസ് ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ഒക്കെ തന്നിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എ ഇൻറ്റു ബി എന്നൊക്കെ പറയുന്ന രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ എ ഇൻറ്റു ബി ഇൻറ്റു സി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എല്ലാം സിമ്പിളാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നോട്ട്ബുക്കിലൊക്കെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അതിൻ്റെ ആൻസർ സഹിതം നിങ്ങൾ കുറിച്ച് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ദെൻ ഇനി നമുക്കിതിൽ തന്നിരിക്കുന്ന കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ്, ഈ ഒരു പാർട്ടിൽ നിന്ന് വരുന്ന ചില എക്സസൈസ് പ്രോബ്ലംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. Then exercise problems. Next exercise, first one is if A is equal to matrix 1 4 9 3 7 6 B is equal to matrix 3 8 6 4 13 1 4 13 1. Find A B and BA. Find A B and BA. A B യും B യും കണ്ടുപിടിക്കണം. Is AB is equal to BA. മാത്രമല്ല, then first question, if A is equal to 1 4 9 3 7 6, second matrix B is equal to 3 8 6 4 13 1, find AB and BA, then is AB is equal to BA. അത് കണ്ടുപിടിക്കാം. Second question, second one, if A is equal to matrix 4 minus 9 7 2, I is equal to matrix 1 0 0 1. Show that
show that AI is equal to IA is equal to A. AI into I into A is equal to A. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. Then third question, if A is equal to matrix 1 3 5 1 3 5, B is equal to matrix 2 minus 3 1 5 4 9, C is equal to 6 2 1 3, and verify that AB into C is equal to AB into ഈ ക്വസ്റ്റ്യനിലെ എ എന്ന് പറയുന്ന മെട്രിക്സ് വന്നിട്ടുണ്ട്. A is equal to 1 3 5, B is equal to 2 minus 3 1 5 4 9, and C is equal to 6 2 1 3. Verify that AB into C is equal to A into BC. ഇത്രയും ചെയ്ത് നോക്കണം. The next one is fourth question is A is equal to matrix 1 8 4 5 1 8 4 5, B is equal to 2 0 3 4 minus 2 1, C is equal to 6 6 3 4 8 1 4 8 1. Verify that question is A into B plus C is equal to AB plus AC. Fourth question, verify that A into B plus C, ആദ്യം ബിയും സിയും കൂടി ആഡ് ചെയ്ത് A into B plus C is equal to AB plus AC. AB plus AC കണ്ടുപിടിക്കുക. Then next question, fifth one, find A square minus 3A plus 2I if A is equal to matrix 1 0 minus 2 2 2 4 0 0 2 0 0 2. A square A into A minus 3 into A 2 into I. Then ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ then A square minus 3A plus 2I if A. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ ഈ 0 ആണോ നൾ മാട്രിക്സ് ആണോ കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളിലെ നമുക്ക് ആദ്യം മുതലൊരു സമ്മറി എന്ന് പറയുമ്പോൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കണ്ടിന്യൂവേഷനാണ്. ആ കണ്ടിന്യൂവേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമ്മളോട് ചോദിക്കാം. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഞാൻ പരിചയപ്പെടുത്തി തന്നു. ദെൻ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 4 5 എക്സസൈസ് പ്രോബ്ലംസ് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഏത് ബുക്സ് റെഫർ ചെയ്യുമ്പോൾ ആ ബുക്സിൽ വരാവുന്ന എല്ലാ എക്സസൈസ് പ്രോബ്ലംസും നിങ്ങൾ ചെയ്തു നോക്കുക. അത് സോൾവ് ചെയ്യുക. ഈസി ആയിട്ട് നമ്മുടെ കൈകളിലൂടെ ആ പ്രോബ്ലംസൊക്കെ വഴങ്ങുന്ന രീതിയിൽ വേഗത്തിൽ ചെയ്തു തീർക്കാനായിട്ട് പ്രാക്ടീസിലൂടെ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മാട്രിക്സിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും ചെയ്യുന്നു പ്രതീക്ഷിക്കണം. നന്നായിട്ട് പഠിക്കുക. Thank you all.